സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ദൈവം പ്രവർത്തിക്കുന്ന സമയം വരുന്നു. മൂന്നാമത്, നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം അത്ഭുതമായിട്ട് മാറും. If you believe, your faith will turn unto a miracle. ദൈവത്തിന് സ്തോത്രം. നീ വിശ്വസിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തിയോട് മറിയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വിശ്വാസം അത്ഭുതമായി മാറുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരും ഒരു വലിയ ജനസമൂഹമായിട്ട് എരിക്കോവിലേക്ക് നടന്നു പോവുകയാണ്. ആ റോഡ് വക്കില് ഒരു പാവപ്പെട്ട കുരുടൻ, കണ്ണ് കാണാത്ത മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ബർത്തിമായി എന്ന, അദ്ദേഹം അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. യേശു സൗഖ്യം കൊടുക്കുന്നവരാണ്, യേശു വിടുതൽ കൊടുക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വലിയ ആരാധന തന്റെ മുമ്പിൽ കൂടെ ഒരു വലിയ പുരുഷാരം ഇങ്ങനെ കടന്നുപോയപ്പോ ബർത്തിമായി അവരോട് ചോദിച്ചത്, എന്തുവായി ശബ്ദം, ആരായി പോകുന്നേ? അപ്പോൾ ആരോ പറഞ്ഞു, യേശുവാ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം താഴോട്ട് വന്നു. യേശു കടന്നു പോകുന്നു എന്ന് അവൻ കേട്ട ഉടനെ ഉറക്കെ വിളിച്ചു, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. കൂടെയുള്ള കുറെ ആൾക്കാർ വിളിച്ചിട്ട് മിണ്ടരുത്, ഗുരു കടന്നു പോട്ടെ, യജമാനൻ കടന്നു പോട്ടെ, യജമാനെ ശല്യപ്പെടുത്തരുത്, അതുകൊണ്ട് ഞാൻ മിണ്ടിപ്പോകരുത് പറഞ്ഞു. അതുകൊണ്ട് അവന് വിഷയമാണ്, അവനറിയാം. അതുകൊണ്ട് ആ പ്രതിസന്ധി പ്രതിബന്ധമൊന്നും അവന് വിഷയമല്ലായിരുന്നു. അവിടെ അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, വേദപുസ്തകത്തിൽ ചെറിയ വാക്യമുണ്ട്. യേശു അവിടെ നിന്നു. യേശു അവിടെ എവിടെയാണ് നിന്നെന്ന് പറയാം. പക്ഷെ യേശു നിന്നത് അവിടെയല്ല. യേശു നിന്നത് ബർത്തിമായിയുടെ കണ്ണുനീരിന്റെ മുമ്പിലാണ്. സ്തോത്രം, സ്തോത്രം. യേശു നിന്നത് ബർത്തിമായിയുടെ കണ്ണുനീരിന്റെ മുമ്പിലാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ബർത്തിമായിയുടെ കണ്ണുനീരിന് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സകലത്തിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ കാലുകളെ നിർത്തുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു. Praise the Lord. The tears of Bartimaeus, the poor farmer, had the power to stop the feet of the Almighty God. ഇന്ന് പകൽക്കാലം ഈ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിന്റെ കണ്ണുനീരിന്റെ വില നീ മനസ്സിലാക്കണം. മനുഷ്യരുടെ മുമ്പിൽ കരയരുത്. അവർ നിന്നെ പരിഹസിക്കത്തേ ഉള്ളൂ. He will stop over there. ഇന്ന് ഈ ഹാളിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ബ്രദർ പറഞ്ഞല്ലോ, നിന്റെ അടുത്ത് യേശു ഉണ്ടെന്ന്, നിന്റെ അടുക്കൽ യേശു ഉണ്ടെന്ന്. ഒന്ന് കരഞ്ഞേ. യേശു അവിടെ നിൽക്കും. യേശുവിന് പോകുവാൻ പറ്റില്ല. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടക്കുന്നവനല്ല എന്റെ യേശു. യേശു അവിടെ നിന്നു. The Almighty power is at your disposal. Now you are the master and I am the slave. ഇപ്പൊ ഞാൻ ദാസന. എന്റെ ശക്തി മുഴുവൻ നിന്റെ മുമ്പിൽ ഞാൻ തരിക. പറ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ യേശു ചോദിക്കുന്ന അത് തന്നെയാ. മക്കളെ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? പല കർത്താവിനോട് പറ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഇന്ന് പകൽക്കാലം ഈ ഹോളിൽ വന്നിരിക്കുന്ന അധികാരമുള്ള കർത്താവിന്റെ അധികാരം മുഴുവനും നമ്മുടെ മുന്നിൽ തന്നിട്ട് കർത്താവിന് ചോദിക്കുകയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം ഒരത്ഭുതമായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ഹോളിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. ഇന്ന് ഈ ഹോളിൽ അതിശയം നടക്കാൻ പോകുക. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? നിങ്ങളെല്ലാവരും ഒന്ന് കർത്താവിനോട് പറയാമോ? നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന യേശുവിനോട് പറ, നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്ന് പറ. നിങ്ങളുടെ
ഇന്ന് പകൽക്കാലം യേശു നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. പറ പറ, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവമക്കളായിരിക്കുന്നവരൊക്കെ കർത്താവിന്റെ മഹത്വം കയറ്റിക്കൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ചില ആളുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തരണം കർത്താവേ. ചില അതിശയങ്ങൾ, ചില വിശ്വാസത്തെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം വാദിക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. മടികൂടാതെ പറഞ്ഞാട്ടെ, മടികൂടാതെ പറഞ്ഞാട്ടെ, കണ്ണുനീരോടെ പറഞ്ഞാട്ടെ. നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത യേശു നിന്റെ ആവശ്യങ്ങളെ മുതൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. കർത്താവിന് മുഖത്തോട് സമയം വന്നാട്ടെ പ്രാർത്ഥിക്കാൻ നമുക്ക്. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോ, എല്ലാ ഹൃദയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, അവരവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസം ഒരു അത്ഭുതമായി മാറുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.